ഹലോ, അസ്സലാമു അലൈക്കും. നൈമോസ് ഡ്രീം വ്ലോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് ഒരു നോർമൽ ടോപ്പ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അത് 2 സ്റ്റെപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. 3-മത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ട ആയപ്പോഴത്തേക്ക് ഞാൻ വേറൊരു യാത്രയിലായിപ്പോയി. അപ്പം ഈ വന്നെത്തപ്പെട്ടിടത്ത് എനിക്കിതിനെ സ്റ്റിച്ച് ചെയ്യാനോ ഒന്നുമുള്ള സൗകര്യങ്ങൾ ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ച് ഞാനൊരു പേപ്പറിൽ ആ ഒരു പാറ്റേൺ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത്രയും പോർഷനായിരുന്നു ചെയ്തത്. ഇതിൽ നമ്മൾ നമ്മുടെ ഉടുപ്പിൻ്റെ നെക്കിനെ ഫിനിഷ് ചെയ്തു. അതിനുശേഷം ഉടുപ്പിനെ ഇങ്ങനൊന്നു മടക്കി വെച്ചിട്ട് ഷോൾഡറിനെ എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തു വെച്ചു. ഇനി നമുക്കിതിനകത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഇതിലേക്ക് സ്ലീവിനെ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ആ ഒരാളുടെ മെഷർമെൻ്റ് എടുത്തിട്ട് സ്ലിറ്റിനെ ചെയ്യുക എന്നുള്ളതുമാണ്. അപ്പം നമുക്ക് നമ്മുടെ പരിമിതമായ ആ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇത്രയും കാര്യങ്ങളും കൂടി നമുക്കൊന്ന് ചെയ്യാം. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഡ്രസ്സിലേക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന ഒരു രീതി. അപ്പം നമ്മളെല്ലാം ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു മെയിൻ പീസിനെ എടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ലീവ് ഉണ്ടാകും. ഈ സ്ലീവിൻ്റെ എത്രയാണോ ഇറക്കം അത് നിങ്ങളുടെ ആവശ്യമായിരിക്കും. ഈ ഒരു സ്ലീവിനെ നിങ്ങൾ ഈ ഒരു ലെവലിൽ അടിയെ മടക്കി തയ്ക്കുക. അതായത് ബോട്ടത്തെ ഫിനിഷ് ചെയ്യുക. അതറിയാമായിരിക്കുമല്ലോ. ഒന്ന് അതിനുകൂടിയുള്ള അളവിലായിരിക്കണം നമ്മൾ സ്ലീവിനെ വെട്ടിയെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നിങ്ങൾ സ്ലീവിൻ്റെ ബോട്ടത്തെ ഒന്ന് മടക്കി തയ്ക്കുക. കാണാമല്ലോ. ഇങ്ങനെ വരെ തയ്ച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മെഷീനിലേക്ക് ഇരുന്നതിന് ശേഷം നമുക്ക് ഈ സ്ലീവിന് ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടാകും. നമ്മുടെ ഷോൾഡറിനൊരു ജോയിൻ വശവും ഉണ്ടാകും. ഈ സെൻറ്ററിലേക്ക് ഇതിനെ ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് അടിച്ചു വരിക, അതുപോലെ ഈ ഒരു സൈഡിലേക്ക് അടിച്ചു വരിക. ഓക്കെ, അങ്ങനെ അതേ ലെവലിൽ തന്നെ അടുത്ത ഒരു സ്ലീവിനെയും നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് 2 സൈഡുകളിലേക്കും ഒന്ന് അടിച്ച് ഇറക്കുക. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ സ്ലീവൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്തു. അതിന് 2 സ്ലീവിനെയും അറ്റാച്ച് ചെയ്തു. നമ്മുടെ സാങ്കല്പികമാണിതെല്ലാം. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് റഫായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സ്ലിറ്റ് പോയിൻറ്റിലേക്കൊന്ന് നിർത്തുക. ഒരേ അളവിൽ തയ്യൽ തുമ്പെടുത്തിട്ട് 2 ഭാഗത്തെ നമ്മൾ റഫായിട്ട് തയ്ച്ച് കൊണ്ടുവന്ന് നമ്മുടെ സ്ലിറ്റിന് വേണ്ടി ഒരു മാർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ മാർക്കിങ്ങിലേക്ക് നിർത്തുക. അതിനുശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മെഷർമെൻറ്റ് എടുക്കുന്നത് നമുക്ക് എത്രയാണോ ആ ഒരു ചുരിദാറിന് വേണ്ടുന്ന ഒരളവ്, അത് നമുക്കറിയാമല്ലോ. ആ ഒരളവ് എത്രയാണോ അതിൻ്റെ ഹാഫ് ഈ ഒരു തയ്ച്ച ഭാഗത്ത് നിന്ന് ഈ ഒരു തയ്ച്ച ഭാഗം വരെ ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പം വേണ്ടുന്നതിനേക്കാളും 1 ഇഞ്ച് കുറവുണ്ട് അല്ലെങ്കിൽ 1/2 ഇഞ്ച് കുറവുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരേ അളവിൽ 1 ഇഞ്ചാണ് കുറവുള്ളതെങ്കിൽ കൂടുതലുള്ളതെങ്കിൽ ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക, ഇവിടെ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. നേരെ നമ്മളൊരു വേസ്റ്റ്, നമ്മുടെ ആം ഹോളിൽ നിന്നും 7 ഇഞ്ച് താഴ്ത്തി ഒരു വേസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വേസ്റ്റിൽ നിന്നും ഈ നീളത്തിലുള്ള ഒരു അളവ് നോക്കുക. അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഹാഫ് ആയിരിക്കും നമുക്കിവിടെ വേണ്ടത്. അപ്പോൾ ഈ വേസ്റ്റ് റൗണ്ടിൽ നമുക്ക് 1 ഇഞ്ച് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 2ഇടത്തും ഒരേ അളവിൽ, അതായത് നമ്മുടെ ചുരിദാർ തയ്ച്ചെടുക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ 2 ഭാഗത്തും ഒരേ അളവിലായിരിക്കണം തയ്യൽ തുമ്പ് കിടക്കേണ്ടത്. അല്ലാതെ 1 ഇഞ്ച് അധികം നമുക്കിടെ ഈ ഒരു ബോഡി പാർട്ടിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഈ അളവെല്ലാം കൂടി ഇവിടെ ഒരിടത്ത് കൊണ്ടുവന്ന് തയ്ച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ ഷേപ്പ്ലെസ് ആയിട്ടിരിക്കും. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഹിപ്പ് ഭാഗം നോക്കുക. ഈ ഹിപ്പ് ഭാഗവും നമുക്ക് വേണ്ടുന്ന ഹാഫ്, അതായത് നമുക്ക് 44 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിൽക്കേണ്ടത് 22 ഇഞ്ചായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ 23 ഇഞ്ച് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ 1/2 ഇഞ്ച് കുറയ്ക്കുക, ഇവിടെയും 1/2 ഇഞ്ച് കുറയ്ക്കുക. അപ്പം അങ്ങനെ ചെയ്തെടുക്കുക. ഓക്കെ, അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ എല്ലാം കറക്റ്റ് അളവിൽ വന്ന് സ്ലിറ്റ് ഭാഗത്തിൻ്റെ അവിടെ തയ്ച്ച് നിർത്തിയിട്ടുണ്ടെന്ന് ചിന്തിക്കുക.
ഇനി നമുക്ക് ഇങ്ങോട്ട് അധികമായിട്ട് കിടക്കുന്ന ആ ഒരു തുണി 1 ഇഞ്ച് നിന്നാൽ മതിയാകും സൈഡിലേക്ക്. അതായത് നമുക്ക് സ്ലിറ്റ് ഇങ്ങനെ മടക്കി എടുക്കുമ്പോൾ കറക്റ്റ് 2 മടക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു തയ്ച്ച് നിൽക്കുന്ന പോയിൻ്റ് വന്ന് ചേർന്ന് നിൽക്കണം ഈ ഒരു തയ്യൽ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ അളവ് ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇതിനെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഈ കട്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്ലെയറിൻ്റെ വിഡ്ത്ത് നിങ്ങൾ നോക്കുക. അപ്പം അതിലും നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഫ്ലെയറിനേക്കാളും എത്രത്തോളം കൂടുതലുണ്ടോ അതിനേക്കാളും 1 ഇഞ്ച് കൂടി 2 സൈഡിലേക്കും അധികം ഇട്ടതിന് ശേഷം ഉള്ളതിനെ ഒന്ന് കട്ട് ചെയ്യുക. അതിന് ശേഷം ഇനി എങ്ങനെയാണ് ഈ സ്ലിറ്റ് ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അടിയിൽ നിന്നായിരിക്കും നമ്മൾ സ്ലിറ്റ് തയ്ച്ച് തുടങ്ങേണ്ടത്. അങ്ങനെ അടിയിൽ നിന്നും ഒരു 1/2 ഇഞ്ചിന് കുറവ് വേണം, 1/4 ഇഞ്ചിന് കൂടുതലായിട്ടെന്ന് വെച്ചാൽ 1/4 ഇഞ്ചാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആ ലെവലിൽ നമ്മൾ ഈ ഒരു സ്ലിറ്റ് പോയിൻറ്റിനെ മടക്കുക. അതിനുശേഷം അതിനെ നമ്മൾ മുകളിലേക്ക് തയ്ച്ച് കൊണ്ടുവരിക. തയ്ച്ച് കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ തയ്ച്ച് നിർത്തിയ ഭാഗം വരെയും ഇത് ഇങ്ങനെ തന്നെ മടങ്ങി നിൽക്കണം. ഓക്കെ, അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന് ഈ ഒരു സ്റ്റിച്ചിങ്ങിന് ഇവിടെ സൂചി ഇറക്കി നിർത്തി. പേപ്പർ ആയതുകൊണ്ട് നമുക്ക് കീറി ഒക്കെ പോയിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നമ്മൾ തുണിയിലല്ലേ ചെയ്യുന്നത്, അപ്പം നീറ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു സ്റ്റിച്ചിങ് ഇതേ ഇവിടെ വന്ന് നിൽക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു തുണിയെ അതേപോലെ തന്നെ സൂചി അതേ ഇവിടെ ഇറക്കി നിർത്തിക്കൊണ്ട് ഇതിനെ നമ്മൾ ചരിച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ മടക്കി അതേ ലെവലിൽ മടക്കി താഴേക്ക് തയ്ച്ചു കൊണ്ടുവരും. ആ മടക്കൂടെ ഞാനൊന്ന് മടക്കി വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതേ ലെവലിൽ ഓപ്പോസിറ്റ് സൈഡ് മടക്കി വെച്ചതിന് ശേഷം ഇവിടെ കുത്തിയിരിക്കുന്ന ആ സൂചി നമ്മൾ തയ്ച്ചത് ഈ പോയിൻ്റ് കൊണ്ടുവരിക. പിന്നെ നമ്മളിതിനെ ഇതേ ലെവലിൽ താഴേക്ക് തയ്ച്ച് വരിക. ഇതൊക്കെ നമ്മൾ തുണിയിൽ ചെയ്താൽ ഫിനിഷ് ആകത്തുള്ളൂ. ഇതേ ലെവലിൽ 2 ഭാഗത്ത് നിങ്ങൾ സ്ലിറ്റിനെ ഫിനിഷ് ചെയ്യുക. അപ്പം ഒരു ആവറേജ് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ചെറുതായിട്ട് അറിയാവുന്നവർക്ക് ഈ ഒരു സ്ലിറ്റ് ചെയ്യുന്ന മെത്തേഡ് മനസ്സിലായി കാണുമല്ലോ. അപ്പം നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു സ്ലിറ്റ് പോയിൻറ്റും സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിൻ്റെയും ഒരു വീഡിയോ ഞാനെടുത്ത് നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ തൃപ്തിപ്പെടുക. ഓക്കെ, അപ്പം ആവറേജ് എങ്ങനെയാണ് ബോഡിയുടെ മെഷർമെൻറ്റ് നമ്മൾ തയ്ച്ച് സ്ലീവ് വെച്ചതിന് ശേഷം എടുക്കുന്നതെന്നും നിങ്ങൾക്ക് സ്ലിറ്റ് എങ്ങനെയാണ് തയ്ക്കുന്ന ആ ഒരു മെത്തേഡും അത്യാവശ്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരും വരെയും ബൈ ബൈ.